CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ശക്തമായ കാലവർഷം ഒത്തുചേർന്നുള്ള ഈദ്ഗാഹുകളെയും സാരമായി ബാധിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഉമ്മനഴി പുലിക്കോട് പ്രദേശത്തെ കോഴി ഫാമിനെതിരെ പരാതിയും പ്രതിഷേധവുമായി നാട്ടുകാർ. വാണിയംകുളം തെരുവിൽ ഉദ്ഘാടനത്തിന് മുൻപേ കുളത്തിന്റെ ഭിത്തി തകർന്നു. പ്രതിഷേധവുമായി UDF BJP പ്രവർത്തകരും നാട്ടുകാരും. പട്ടാമ്പി മേഖലയിൽ ചന്ദനമരം മോഷണം വ്യാപകം. മോഷണത്തിനു പിന്നിൽ വൻ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നതായാണ് സൂചന. വ്രതശുദ്ധിയിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ശക്തമായ കാലവർഷം ഒത്തുചേർന്നുള്ള ഈദ്ഗാഹുകളെയും സാരമായി ബാധിച്ചു. പൊന്നമ്പിളിക്കല മാനത്ത് തെളിയുന്നതോടെ നോമ്പിന്റെ പുണ്യമായ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമാവും. പെരുന്നാൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഘോഷത്തോടെ അറിയിക്കണമെന്നാണ് പതിവ്. എന്നാൽ ഇന്ന് സെക്കൻഡുകൾക്കകം അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. പള്ളികളിൽ നിന്ന് തക്ബീർ ധ്വനികൾ മുഴങ്ങും. പിന്നീട് ആഘോഷങ്ങളുടെ തിരക്കാണ്. പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ സന്ദർശിക്കുക, കുടുംബത്തോടൊപ്പമുള്ള വിനോദയാത്ര എന്നിവയാണ് ഇപ്പോൾ പെരുന്നാളിന്റെ പ്രധാന ആഘോഷമായി കണക്കാക്കുന്നത്. സ്ത്രീകൾക്കും പെരുന്നാൾ ആഘോഷത്തിന്റെ പൂത്തിരി കൊളുത്തുന്നതാണ് മൈലാഞ്ചിയിടൽ എന്ന പ്രധാന ചടങ്ങ്. പണ്ടുകാലത്ത് മൈലാഞ്ചി പറിച്ച് അരച്ച് ഇടലായിരുന്നു പതിവ്. അരച്ച് പാകമാക്കി വേണം ഇടാൻ. മൈലാഞ്ചി ഇടുന്നവർക്കും നല്ല ഡിമാൻഡാണ്. ഒരു കല കൂടിയാണ് മൈലാഞ്ചിയിടൽ. ഇന്ന് മൈലാഞ്ചി ഫെസ്റ്റ് അടക്കം നടന്നുവരുന്നു. പുത്തനുടുപ്പിട്ട് ചെറിയ കുട്ടികളടക്കം മൈലാഞ്ചിയിടൽ ചടങ്ങിൽ പങ്കുചേരുന്നു. എന്നാൽ ഇന്ന് മൈലാഞ്ചി അരക്കലോ പാകമാക്കലോ എന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മാർക്കറ്റിൽ പല കമ്പനികളുടെയും മൈലാഞ്ചി ട്യൂബുകൾ സുലഭമാണ്. പെരുന്നാളിന് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും സ്ത്രീകളുടെ പങ്ക് പ്രധാനമാണ്. വിദേശത്ത് ജോലിയുള്ളവരും പെരുന്നാളിനെത്തുന്നു എന്നത് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്നു. എന്തുകൊണ്ടും ആഘോഷപൂർണമാണ് ചെറിയ പെരുന്നാൾ. ഒപ്പം ബഹുസ്വരതയുടെ ഉറവിടമായ ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ തെന്നലുമായി സൗഹൃദങ്ങൾ ദൃഢപ്പെടുത്തുന്നു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി മുജാഹിദ് ദഅ്വ സമിതി കച്ചേരിക്കുന്ന് അലൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈദ്ഗാഹ് നടത്തി. പ്രമുഖ പണ്ഡിതൻ ഹസൻ അൻസാരി നമസ്കാരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCN ന്യൂസ്. സ്വന്തം സ്ഥലമുണ്ടായിട്ടും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടി. ആലിപ്പറമ്പ് തട്ടാൻപള്ളിയാലിലെ അംഗനവാടിക്കായി സ്ഥലമുണ്ടെങ്കിലും പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാത്തതിനാൽ കുരുന്നുകൾ വാടക കെട്ടിടത്തിരുന്നാണ് ഇന്നും പഠിക്കുന്നത്. ആലിപ്പറമ്പ് തട്ടാൻപള്ളിയാൽ 15-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന് സ്വന്തം സ്ഥലമുണ്ടായിട്ടും ഫണ്ട് അനുവദിക്കുന്നില്ല. 1989-ൽ പറമ്പോട്ട് ഭാരതീയമ്മയാണ് അംഗനവാടി കെട്ടിടത്തിനായി സ്ഥലം നൽകിയത്. പിന്നീട് വർഷാവർഷം പുതുക്കി പണിതാണ് അംഗനവാടി പ്രവർത്തിച്ചിരുന്നത്. ഈ വർഷം ഫണ്ട് ലഭിക്കാത്തതിനാൽ അംഗനവാടി പുതുക്കി പണിയുവാൻ കഴിഞ്ഞില്ല. പഞ്ചായത്ത് അധികൃതർ അംഗനവാടിയുടെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് ഫിറ്റ്നസ് നൽകിയില്ല. അതിനാൽ തന്നെ സ്വന്തം കെട്ടിടത്തിൽ നിന്നും വാടക കെട്ടിടത്തിലേക്ക് മാറേണ്ടി വന്നു. വാടക കെട്ടിടവും ഏറെ ശോചനീയാവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത്. മാത്രമല്ല, ഇപ്പോഴുള്ള വാടക കെട്ടിടം കുട്ടികൾക്ക് എത്തിപ്പെടുവാൻ പ്രയാസമുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചതായി മെമ്പർ അറിയിച്ചിരുന്നുവെന്ന് അംഗനവാടി ജീവനക്കാരി പറഞ്ഞു. 90-ൽ പണി കഴിഞ്ഞ കെട്ടിടമാണ്. അതിൽ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് മാറാനുള്ള നിർദ്ദേശവും തന്നു. പിന്നെ പഞ്ചായത്തിൽ നിന്ന് വന്ന് നോക്കിയിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നതുമില്ല. അതിൻ്റെ ഓടൊക്കെ ഇളകി വീഴാറായിരിക്കുന്നു. ചുമരും അടിത്തറ തന്നെ ഇളകിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി തുടർന്ന് അതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജൂൺ മാസം മുതൽ ഞങ്ങൾ വാടക കെട്ടിടത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. വാടക കെട്ടിടം ഇപ്പോൾ വളരെ ജീർണാവസ്ഥയിലുള്ളത് തന്നെയാണ്. പക്ഷേ കിട്ടാനിപ്പോൾ ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറേണ്ടി വന്നത്. ഇവിടെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിലേക്കാവുകൊണ്ട് കുട്ടികൾക്ക് എത്തിപ്പെടാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലിപ്പോൾ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സെൻറ്ററിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫണ്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം വെച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പണി എടുക്കാൻ തുടരാൻ പറ്റൂല്ലല്ലോ. അതുകൊണ്ട് ഇനി വേറെ പഞ്ചായത്തിൻ്റെ ഫണ്ടും വെപ്പിക്കാനാണ് മെമ്പർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി നടപടികൾ എന്തൊക്കെയായി എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടം പണിയുന്നതിന് ഫണ്ട് അനുവദിക്കുകയോ അംഗനവാടി പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. CCN ന്യൂസ്, പെരിന്തൽമണ്ണ. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഉമ്മനഴി പുലിക്കോട് പ്രദേശത്ത് യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന കോഴി ഫാമിനെതിരെ പരാതിയും പ്രതിഷേധവുമായി നാട്ടുകാർ.
പരിസര പ്രദേശങ്ങളിലെ കുടുംബങ്ങളിൽ മാരകമായ രോഗലക്ഷണങ്ങളും പാഴ്സി പോലെയുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുന്നതായി ആരോപണം. ഏകദേശം 35ഓളം കുടുംബങ്ങൾ താമസിച്ചു വരുന്ന പ്രദേശത്താണ് കോഴി ഫാം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫാം തുടങ്ങുന്നതിനായി പ്രദേശവാസികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ജനവാസമില്ലാത്തിടത്ത് കോഴി ഫാം പണിയാമെന്ന വ്യാജേന പരിസരവാസികളിൽ നിന്നും ഫാം ഉടമ അനുവാദം ഒപ്പിട്ടു വാങ്ങിയിരുന്നു. പിന്നീട് ഇയാൾ വാക്കുമാറുകയും കോഴി ഫാം പണി തുടങ്ങുകയും ചെയ്തു. കോഴി ഫാം ഉടമ പറഞ്ഞ സ്ഥലത്തല്ല ഫാം പണിയുന്നതെന്നും അതിനാൽ തന്നെ ഇവർ നൽകിയ ഒപ്പ് പിൻവലിക്കണമെന്നും നാട്ടുകാർ പരാതി നൽകിയിരുന്നു. അതൊന്നും വകവയ്ക്കാതെ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ചുവെന്നും പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ രാത്രിയിൽ ഫാമിൽ ഇറക്കുകയുണ്ടായി. അതിനുശേഷം അടുത്ത ദിവസങ്ങളിലായി പരിസരത്തുള്ള കുട്ടികൾക്ക് ശരീരമാസകലം, ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും കണ്ടു തുടങ്ങി. കുന്നിൻ മുകളിലുള്ള ഫാമിനു ചുറ്റും താമസിക്കുന്നവരുടെ കിണറുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും മഴക്കാലത്ത് ഫാമിന്റെ വേസ്റ്റുകളും മറ്റും ഒഴുകിയെത്തുകയും തന്മൂലം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പുലിക്കോട് നിവാസികളാണ് ഞങ്ങൾ. 10-30 വീട്ടുകാരുടെ ഇവിടെ. അതിലൊരു കോഴി ഫാം 24 മീറ്ററിനുള്ളിലാണ് തുടങ്ങിയിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ കണക്ക് 100 മീറ്ററാണ്. ഇവിടെ ഈ കോഴി ഫാം കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇല്ലാത്ത സൂക്കടുകളില്ല. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ കോഴി ഫാം. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നും ഇതുവരെ ആയില്ല. കോഴിഫാം പ്രവർത്തിക്കുന്നതിനടുത്തായി താമസിക്കുന്ന ബാബുവിന്റെ ഇരട്ട കുട്ടികളിൽ ഒരാൾക്ക് ജന്മനാ പാഴ്സി രോഗവും രണ്ടാമത്തെ കുട്ടി അലർജി രോഗത്തിനും ഇരയാണ്. കോഴി ഫാം തുടങ്ങുമ്പോൾ തന്നെ കുറേ വേറെ സ്ഥലം സൂചിപ്പിക്കേണ്ടായത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഈ സ്ഥലം മാറ്റുകയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ വീടിന് അടുത്തുള്ള സ്ഥലത്ത് വന്നിട്ട് കോഴി ഫാം ഉണ്ടാക്കുകയും ഒരു ഫാം നടത്തി ഒരു വിളവെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഭാഗത്ത് ഈ കാലാവസ്ഥ ബുദ്ധിമുട്ട് കാരണം ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ടും ഈ കാറ്റിൻ്റെ 4 ഭാഗത്തേക്ക് ഇത് നമ്മളെ വ്യാപിക്കുന്ന സംഗതിയാണ്. ഒരാഴ്ചയായിട്ട് എല്ലാവർക്കും പനിയും ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിരോധമാണ്. ഇത് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനെ സംബന്ധിച്ചോളം പറഞ്ഞതൊന്ന് വാക്കൊന്ന് പോക്കൊന്നാണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്കാണ്. ബാക്കി അയാളുടെ വീട് കുറേ ദൂരെയാണ്. വീട് സൗകര്യമുള്ള സൗകര്യമാണ്. 2 നില വീടാണ്. ഈ ഭാഗത്ത് ബന്ധമില്ല. ഞങ്ങൾക്ക് ഇവിടെ താഴെപ്പെട്ട് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നോ? എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഞങ്ങൾ പരാതിപ്പെട്ടില്ലായിരുന്നു. ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായില്ല. കളക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പിന്നെ മന്ത്രിക്ക് കൊടുത്തു, അതും ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല. പരാതിന്മേൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്കായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കോഴിഫാം ഉടമ കബീറിനെ വിളിപ്പിച്ചിരുന്നുവെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കബീർ ചർച്ചയിൽ നിന്നും പിന്മാറി. CCI ന്യൂസ്, കടമ്പഴിപ്പുറം. ഉദ്ഘാടനത്തിന് മുൻപേ കുളത്തിന്റെ ഭിത്തി തകർന്നു. പ്രതിഷേധവുമായി UDF BJP പ്രവർത്തകരും നാട്ടുകാരും. വാണിയംകുളം തെരുവിലാണ് 30 ലക്ഷം രൂപയ്ക്ക് നവീകരണ പ്രവൃത്തികൾ നടന്നിരുന്നത്. ഭിത്തി നിർമ്മാണത്തിൽ കൃത്രിമം കാണിച്ചുവെന്നും ആരോപണമുണ്ട്. വാണിയംകുളം തെരുവിലാണ് 30 ലക്ഷം രൂപയ്ക്ക് നവീകരണ പ്രവൃത്തികൾ നടന്നിരുന്നത്. പായൽ മൂടിയ 1 ഏക്കറോളം വരുന്ന കുളത്തെ നവീകരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചായിരുന്നു. എന്നാൽ പണി തീർന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ഒരു വശത്തെ ഭിത്തി പൂർണ്ണമായും തകർന്നു. വാണിയംകുളം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന വാർഡാണിത്. കുളത്തിന്റെ നവീകരണത്തിൽ വൻ അഴിമതിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതായത് വാണിയംകുളം എന്ന ഈ പേര് തന്നെ അറിയപ്പെടുന്ന മെയിൻ ഒരു സ്ഥലമാണ് ഈ വാണിയംകുളം കുളം. ഈ വാണിയംകുളത്തിന്റെ പണി ഈ 1 മാസം മുന്നേ കഴിഞ്ഞുള്ളൂ. 30 ലക്ഷം രൂപ ചെലവഴിച്ച് പണിത ഈ കുളമാണ്. അത് 1 മാസം 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റത്തെ ഒരു മഴയിൽ തന്നെ മഴ കനത്തായിട്ടില്ല. ചെറിയൊരു മഴ വന്നപ്പോൾ തന്നെ ഇടിഞ്ഞ് തവിട്ട് പൊടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഴിമതി നല്ല രീതിയിൽ നടന്നതിനുള്ള മികച്ച ഉദാഹരണമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ ഈ പണി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ BJP ഇതിന് മുന്നേ എടുത്ത് അഴിമതി നടക്കുന്നുണ്ട് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മൾ അവർ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഭരണസമിതി ഉറപ്പ് തന്നതിന് ശേഷമാണ് ഇവർ 2ാമത് പണി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ തരത്തിൽ പണിതിട്ടും ഇത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഈ പൊട്ടുകല്ല് വെച്ച് ചെറിയ കോറി വേസ്റ്റിൻ്റെ പൊട്ടുകല്ല് വെച്ചിട്ടാണ് അവിടെ പണി തന്നെ. അത്രയും ബലഹീനമായിട്ട് 30 ലക്ഷത്തിൻ്റെ ഒരു 4 ലക്ഷം പോലും ചിലവാക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ആ സൈഡ് മൊത്തം പണി തന്നെ. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ സ്വന്തം വാർഡിലാണ് ഇതുള്ളത്. ഏറ്റവും ബഹുരസം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. അഴിമതിയിൽ വാണിയംകുളം പഞ്ചായത്തിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട്. ഇതിന് ശക്തമായ രീതിയിൽ BJP വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനു വേണ്ടിയിട്ട്.
സമീപത്തെ തെങ്ങിൻ വളപ്പിൽ നിന്നും വെള്ളവും മണ്ണും ഒലിച്ചിറങ്ങിയതാണ് ഭിത്തിയിടിയുന്നതിന് കാരണമെന്ന് കരാറുകാരൻ പറഞ്ഞു. എന്നാൽ കരിങ്കല്ലിനു പകരം കുളം നവീകരിക്കുമ്പോൾ ലഭിച്ച കല്ലുകൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചതുകൊണ്ടും ആവശ്യമായ സിമന്റും മറ്റും ഉപയോഗിക്കാതെയും പണിയിൽ കൃത്രിമം കാണിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു. രാവിലെ 8 മണിയോടെയാണ് BJP യൂത്ത് കോൺഗ്രസ് INTUC പ്രവർത്തകർ കുളം സന്ദർശിക്കുകയും കൊടിനാട്ടുകയും ചെയ്തത്. ലക്കിടി സ്വദേശിയായ കരാറുകാരനെതിരെ BJP ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ പോരായ്മകൾ പരിഹരിക്കാമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഉറപ്പു നൽകിയതായും പ്രവർത്തകർ പറയുന്നു. എന്തായാലും ഉദ്ഘാടനത്തിന് മുൻപേ ഭിത്തി തകർന്നത് നിർമ്മാണത്തിലെ അപാകത തന്നെയാണെന്ന് ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്താൽ മറ്റ് വശങ്ങളിലെയും ഭിത്തി തകരുന്നതിന് കാരണമാകും. നിലവിൽ പല സ്ഥലങ്ങളിലും കരിങ്കല്ലുകൾ തള്ളി നീക്കുന്നത് കാണാം. CCN ന്യൂസ്, ഒറ്റപ്പാലം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.